വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. ഇന്ന് ബിരിയാണി അരി കൊണ്ട് ഈസ്റ്റ് ഒന്നും ചേർക്കാതെ ഒരു അപ്പവും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെയും റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് കൈമ റൈസ് ബിരിയാണി അരി ഞാനിവിടെ കുതിർത്തിട്ടിട്ടുണ്ട്. രാവിലെ ഒരു 10 മണിക്ക് കുതിർത്തതാണ്. ഒരു 5 മണി 6 മണി വരെ കുതിർത്തിട്ടിട്ടുണ്ട് കേട്ടോ. ബിരിയാണി അരി ഇല്ലെങ്കിൽ പച്ചരി ആയാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ 4 അല്ലെങ്കിൽ 6 മണിക്കൂറോളം കുതിർത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് വെള്ളം വാലാനായിട്ട് ഒരു അരിപ്പയിലിട്ടിട്ടുണ്ട്. വെള്ളം വാർന്ന് പോയതിന് ശേഷം അത് ഞാൻ മിക്സിയിലേക്ക് അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പോളം തന്നെ തേങ്ങ ചിരവിയത്, എത്ര അരി എടുത്തിട്ടുണ്ടോ അത്ര തന്നെ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പോളം അവലാണ്. അവലിന് പകരം ചോറെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും 8 വലിയ സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. ഇത് തേങ്ങാവെള്ളം പൊളിപ്പിച്ചതാണ്. 4 മണിക്കൂർ 1.5 കപ്പ് തേങ്ങാവെള്ളം എടുത്തിട്ട് അതിൽ 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് പൊളിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് മാത്രമാണ് നമ്മൾ വെള്ളമായിട്ട് ചേർത്തിട്ടുള്ളത്. 1.5 കപ്പോളം തേങ്ങാവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് 8 മണിക്കൂറോളം പുളിക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് ഈവനിങ് അരച്ചിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് എടുക്കുന്നത്. അപ്പം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. പൊന്തി വന്ന് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കട്ടിയായി പോവുകയാണെങ്കിൽ ഒരല്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഒരു തവിയോളം മാവ് അപ്പച്ചട്ടിയിലേക്ക്, ചൂടായ അപ്പച്ചട്ടിക്ക് ഒഴിച്ച് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുമിളകൾ വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ടത്. അപ്പോൾ കുമിളകൾ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. എന്നിട്ട് നല്ലോണം അരികൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം എൻ്റെ ചെറിയ സബോള ആയതുകൊണ്ട് 10 സബോള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 5 എണ്ണം എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാടി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പച്ചമണക്കം മാറി വന്നതിന് ശേഷം ഒരു 5 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. നന്നായി തക്കാളി വെന്ത ശേഷം അതിലേക്ക് കറിവേപ്പിലയും ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോൾ മുട്ട പുഴുങ്ങിയത് ഇതേപോലെ കഷ്ണാക്കിയിട്ടോ അല്ലെങ്കിൽ മുഴുവനോടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണി അപ്പം, ഈസ്റ്റ് ചേർക്കാത്ത ബിരിയാണി റൈസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അപ്പവും മുട്ട റോസ്റ്റും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ.